നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ 2 സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രീക്ക് സ്ട്രൈക്കറാണ് ഡിമിട്രിയോസ് ഡയമൻഡക്കോസ്. കഴിഞ്ഞ സീസണിലാകട്ടെ 21 മത്സരങ്ങളിൽ നിന്ന് താരം 10 ഗോളും അതേപോലെ തന്നെ 3 അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സീസണിൽ താരത്തിന് മികച്ച പ്രകടനം കുറച്ചും കൂടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വെറും 17 മത്സരങ്ങൾ കളിച്ചപ്പോൾ 13 ഗോളുകളും 3 അസിസ്റ്റും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ താരം ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താരത്തിന് കുറച്ച് മത്സരങ്ങൾ പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന് പ്ലേ ഓഫ് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനും സാധിച്ചിട്ടില്ലായിരുന്നു. തോൽവി ഏറ്റുവാങ്ങാനും അതൊരു കാരണമായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് ഇറങ്ങുന്ന മത്സരങ്ങളിൽ താരം എങ്ങനെയും ഒരു ഗോൾ നേടിക്കൊടുക്കുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. താരത്തിൻ്റെ അഭാവം തന്നെയാണ് മത്സരം തോൽക്കാൻ എന്ന ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമ്മളിപ്പോൾ ഈ കാര്യം പറയാൻ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്നാൽ നമുക്ക് ഇപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ചെറിയൊരു രീതിയിലെങ്കിലും നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, മത്സരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പൂർത്തിയായി ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് തൻ്റെ നാട്ടിലേക്ക് ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ആ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയ പേജുകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്, ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ തുക ഓഫർ ചെയ്തെങ്കിൽ മാത്രമേ ഡയമൻഡക്കോസിനെ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്, മുംബൈ സിറ്റി FC എന്ന് പറയുന്ന വമ്പൻ ISL ക്ലബ്ബ് ഡയമൻഡക്കോസിനെ സ്വന്തമാക്കാൻ വമ്പൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും താരവുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ ഡയമൻഡക്കോസിനെ മുംബൈ സിറ്റി FCയുടെ ജേഴ്സിയിൽ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇവിടെ വെച്ചിരുത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.